ഹാപ്പി ഓണം. ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ സെലിബ്രേഷനിലാണെന്നറിയാം. ഞങ്ങൾ ആ ഒരു ഹാപ്പി മൂഡിൽ തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ ആദ്യം സദ്യ കഴിച്ചിട്ട് എവിടേക്കെങ്കിലും ഇറങ്ങല്ലേ നല്ലതെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഷാർജയിലുള്ള ഒരു അമൃത റെസ്റ്റോറൻ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 2018 മെയ്യിൽ ഞങ്ങൾ ഇവിടെ എത്തിയതാണ്. അതിൻ്റെ ശേഷം ലീവിലൊന്നും നാട്ടിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. ഒരുപാട് അപ്പോഴേക്കും മഴയുടെയും ഫ്ലഡിൻ്റെയും അതുപോലെ തന്നെ കൊറോണ പ്രോബ്ലം എല്ലാം ഈ വർഷമായിരുന്നു ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ ഇത് എടുത്തു പറയാൻ കാരണം, ഈ സദ്യ കഴിച്ചപ്പോൾ ശരിക്കും നമ്മൾ നാട്ടിൽ പോയിട്ടൊരു മാരേജ് ഫങ്ഷൻ കഴിഞ്ഞിറങ്ങിയൊരു സന്തോഷമായിരുന്നു മനസ്സിൽ. ശരിക്കും നമ്മൾ നാട്ടിലേക്ക് ഒരു തിരിച്ചു പോക്കായിരുന്നു. നാട്ടിലെത്തി അവിടുന്ന് ഒരു സദ്യ കഴിച്ചിട്ട് ഇറങ്ങുന്ന അതേ ഒരു ഫീലിങ്സ്. പിന്നെ പറയുകയാണെങ്കിൽ ഇത് അമൃത പറഞ്ഞത് ശരിക്കും വെജ് ആണ് റെസ്റ്റോറൻറ്റ്. അവിടുന്ന് കഴിച്ച ആ സദ്യ ശരിക്കും നെയ്യും പരിപ്പും, സാധാരണ ഒരു സദ്യക്ക് എന്താണോ സ്റ്റാർട്ടിങ് അതേ രീതിയിലായിരുന്നു അവരുടെ സദ്യ. അതുകൊണ്ട് നമ്മൾ ശരിക്കും ഇന്നലെ പറഞ്ഞ നാട്ടിലേക്ക് എത്തി അവിടുന്ന് തിരിച്ചു വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുക എന്നുള്ളൊരു തോന്നലാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ പേൽജുമേരയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ആ പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്യൂ എടുത്താണ്. ഇത് ഇപ്പോൾ എടുത്തിട്ടില്ല. ഞങ്ങൾ നെക്സ്റ്റ് എപ്പോഴെങ്കിലും അത് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇത് അപ്പോൾ ഓണം പ്രമാണിച്ച് നമ്മളപ്പോൾ സദ്യയൊക്കെ കഴിച്ച് അതിന്റെ ക്ഷീണം ഉണ്ട് കേട്ടോ. കാരണം ഒന്നും പറയാനുള്ള ഒരു ഇതില്ല. സദ്യ കഴിച്ച ഉടനെ ഞങ്ങൾ ഇങ്ങോട്ട് സദ്യ കഴിക്കാൻ കുറച്ച് ലേറ്റായി. ക്ലാസ് ഉണ്ടായിരുന്നു സ്കൂളിലുള്ള കാരണം. ആള് 3 നേരം പായസം അടിച്ചിട്ട് വന്നിരിക്കണം. അപ്പൊ അതിന്റെ ഒരു തളർച്ചയുണ്ട്. എനിക്കിഷ്ടാട്ടോ. ഞാൻ എല്ലാ ഇതിലും ഞാൻ കുക്കറി കാണുന്നവരോടൊക്കെ ഞാൻ പറയുന്നത് അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് പായസം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് സ്പെഷ്യലി എൻ്റെ പരിപ്പ് പായസം, ശർക്കര വരട്ടി പറയുന്ന ആ ശർക്കര, എന്താ പറയുന്നത്, ശർക്കര ഉപ്പേരി എന്നാണ് പറയുന്നത്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഇത് രണ്ടും എൻ്റെ മെയിനാണ്. അത് എൻ്റെ ഉമ്മച്ചിയോട് ചോദിച്ചാൽ അറിയാം. അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീക്ക്നെസ് ഉണ്ട് കേട്ടോ പായസം കുടിച്ചല്ലേ. സദ്യ ഓവറായി പോയോ എന്നൊരു ഡൗട്ട്. ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് കഴിക്കാറില്ല. അപ്പൊ നമ്മളിന്ന് ഓണം പ്രമാണിച്ച് നമ്മളിപ്പോ ദുബായിലുള്ള ലമേറ ബീച്ചിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബീച്ചിൻ്റെ ഇതാണ് കേട്ടോ. ഇവിടെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെങ്കിൽ, ഇവിടെ ബാച്ചിലേഴ്സിന് അലൗഡ് ഇല്ല എന്നാണ് നമ്മുടെ ഒരു തിങ്കിങ്. ബട്ട് ഫാമിലികൾക്കാണ് അലൗഡ് ഉള്ളത്. പിന്നെ ആരും അങ്ങനെയുള്ള ഒരു ഇതൊന്നും കണ്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, അവിടെ എല്ലാ വിധത്തിലും ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള ഒരു ബീച്ചാണ് ഇവിടെ. ഒരുപാട് കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ്. പിന്നെ ഞങ്ങൾ പോയ ടൈമിൽ അധികം റഷ് ആവുന്നതിനേക്കാൾ മുന്നേ തന്നെ നമ്മളിപ്പോൾ ഇവിടെ എത്തി. കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര റഷാവുമെന്നാണ് പറഞ്ഞത്. എന്താണെങ്കിൽ അറബികൾക്ക് പറ്റിയൊരു പ്ലേസാണ് അവിടെ. അവരുടേതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, തെങ്ങ് കണ്ടോ? ഇത് നമ്മുടെ നാട്ടിലത്തെ തെങ്ങാണ്. ഒരുപാട് തെങ്ങ് അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും നാളികേരം കാണാനില്ല കേട്ടോ. നാളികേരം ഇല്ലെങ്കിൽ അവര് ഭയങ്കര ഇതില്ല. നമുക്ക് നമ്മുടെ നാട്ടിൽ തെങ്ങ് കാണുമ്പോൾ ഒരു വാല്യൂ ഇല്ല. പക്ഷെ ഇവിടെ വന്ന് അത് കാണുമ്പോൾ എന്തോ ഒരു വല്ലാത്ത സന്തോഷാ. ഹസ്ബൻഡ് ഇരിപ്പായിട്ടോ. എന്താന്നോ, സദ്യയുടെ വീക്ക്നെസ് ഉണ്ട്, നടന്ന ഒരു ടയേർഡും.
ചെറിയ കുട്ടികളൊക്കെ കൊണ്ടാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇത് അവരെ പ്ലേ ഏരിയ ആണ്. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഒന്നാമത് ലൈറ്റിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഒരു ഭയങ്കര സന്തോഷമായിരിക്കില്ലേ. പിന്നെ നമ്മൾ ഫാമിലി അടക്കം പോകുമ്പോൾ എന്തായാലും 2 പെയർ ഡ്രസ്സ് കൊണ്ടുപോവാം. അപ്പം എന്താണ്, നമുക്ക് അവിടെ കുളിച്ച് സൂപ്പറായിട്ട് ആ ഉപ്പുവെള്ളത്തിലൊക്കെ കുളിച്ച് നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു നല്ല ഉന്മേഷം വരുത്തി ബാത്റൂമിൽ കയറി ഫ്രഷ് ആവാം. ഇതിൻ്റെ അപ്പുറത്ത് ഫൗണ്ടെയിൻ ഉണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പോണ്ട് കണ്ട ചെറുത്. ഇത് അപ്പുറത്തെ സൈഡിലും ഉണ്ട്. 2-3 സ്ഥലത്ത് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് തന്നെ പറയാം. ഈ സൈഡിലുണ്ട് കണ്ടോ ചെറിയ ചെറിയ പോണ്ട്. അതും എന്ത് തെളിഞ്ഞ വെള്ളാന്നറിയോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുടിക്കാനൊക്കെ തോന്നും. പക്ഷെ അവിടെ അലൗഡ് ഇല്ല കേട്ടോ, പ്രോഹിബിറ്റഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്, നല്ലൊരു ഹാപ്പി മൂഡായിരുന്നു എന്ന്. പിന്നെ കണ്ടോ ഈ ലവിൻ്റെ ചിഹ്നത്തിൽ നമുക്ക് ഇരുന്നിട്ട് ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും എല്ലാവരും അവിടെ പോവുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഓണം സെലിബ്രേഷൻ ഈ വ്ളോഗ് കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇതേപോലെ എല്ലാവരും ഹാപ്പി മൂഡിലായിരുന്നു നാട്ടിലുള്ള ഓണം സെലിബ്രേഷൻ എന്നറിയാം. അതുപോലെ എന്നും അവർക്ക് ഒരു ഓണം മൂഡിൽ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. ഓക്കെ, ബൈ.